അതിനകത്ത കഞ്ഞിഞ്ചാളുണ്ടോ കൂടെ? കഞ്ഞിനാൾ എന്തിനാ? നമ്മളൊരു പൈക്കൂട്ടിനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള കഞ്ഞികളത്തിന് ആദ്യം പറയാ ഞാൻ തൂത്ത് കളഞ്ഞു. ഇങ്ങനെ വെച്ചിട്ടുണ്ടോ കഴിഞ്ഞാ എന്റെ ബക്കറ്റ് ഇവിടെ ഇരുന്നോട്ടേട്ടാ. ഇത് വെച്ചാ മൈട്ടാ. അതിനോട് കാര്യം ചോദിക്കാനാ. എനിക്കിപ്പോ പണിയൊന്നും ഇല്ല. ഇപ്പൊ തൊഴിലുറപ്പൊന്നും ഇല്ലേ? ഒന്നും പറയണ്ട സൈനാത്ത. ഞാൻ കൽപ്പണിക്കാരപ്പല്ലേ പണിക്ക് പോയിരുന്നത്. അപ്പൊ കുറച്ച് പണി കുറഞ്ഞ്. അപ്പൊ എന്നോട് എല്ലാരും പറഞ്ഞിങ്ങനെ വെറുതെ താരഭാരം നടക്കണ്ട, ഈ തൊഴിലുറപ്പിന് എഴുതി കൊടുത്തു പറഞ്ഞു. അങ്ങനെ ഞാൻ തൊഴിലുറപ്പിന്റെ പണിക്ക് പോയി തുടങ്ങി. ഇങ്ങോട്ട് പറയാൻ തൊഴിലുറപ്പിന്റെ പണിക്ക് പോയി. കുറെ ദിവസം തൊഴിലുറപ്പിന്റെ പണി ഇല്ലാതായപ്പോ പിന്നെ കൽപ്പണി തുടങ്ങി. അപ്പൊ ഞാനും ഇനി തൊഴിലുറപ്പിന്റെ പണി എപ്പോഴും എടുക്കാനുള്ള വെച്ചാൽ കൽപ്പണിക്ക് പോയി. കൽപ്പണിക്ക് പോയപ്പോ മേശരി ആയിരുന്നു എന്നോട്, അല്ലടാ പണി ഇല്ലാത്തപ്പോ ഇജ്ജ് തൊഴിലുറപ്പിന്റെ പണിക്ക് പോയിന്നില്ലേ ചേച്ചി. അപ്പൊ ഞാൻ പറയാം പോയിന്ന് പറഞ്ഞു. എന്നാ നാളെ മുതൽ പണിക്ക് അല്ലാതെ തൊഴിലുറപ്പിന്റെ പണിക്ക് പോയിട്ട് അവിടെ കുത്തിയിരിക്കുകയാണ്. ഇജ്ജ് പിന്നെ കൽപ്പണിക്ക് പോവാ. പിന്നെ ഇജ്ജ് മടിച്ച് കുത്തിയിരിക്കുകയല്ലേ. പിന്നെ ആരും എന്നെ വിളിക്കുക. അല്ലല്ലേ പണിയൊക്കെ ഉണ്ട്. എന്റെ പണി ഞങ്ങൾക്ക് അറിയാം. അവര് കുറച്ച് അളന്നിട്ടില്ല. അത് ആക്കലിന്റെ പണി. അതിനെ അത്ര തന്നെ അല്ലേ പൈസയുള്ളൂ. നിങ്ങള് വർത്താനം പറ. എനിക്ക് താരല്ല.